la
മതിമുകിയായി ഞാനൊരു പെണ്ണ് വെളിച്ചോണ്ടായോ la 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 la
എവിടെയാ ആളെ കാണാനില്ല? അത് കുഴപ്പമില്ല, അതൊരു പുതിയ മോഡൽ ആയിക്കോട്ടെ. അതിനെന്താണ്? ഇപ്പോഴത്തെ പെണ്ണുങ്ങളൊക്കെ അങ്ങനെയാണ്. ആ തലമുടിയൊന്നും അവർക്ക് ആവശ്യമില്ല, ഒക്കെ മറ്റേ ഡ്രിം അടിച്ചിട്ട് വരുന്നത്. നല്ല കോപ്പ്. അത് കൂടിയിരിക്കുന്നവർക്ക് സംഗതി അറിയാലോ, പിന്നെന്താണ് ഇതിൽ പുത്ര ഉള്ളത്? ആ സ്വാമി, പഴയ ആളാണ്. എന്ത് വെക്കേ തൊണ്ടയ്ക്ക്? അത് അവളുടെ അടുത്ത് തന്നെ ചോദിക്കണോ എവിടെ പോയി എന്ന്? ഇതിപ്പോ ഇവര് പറഞ്ഞെന്തറിയോ, അവർക്കാർക്കും ജടയും മുടിയൊന്നും വേണ്ടാത്ര, ഇതേ വേഷത്തിൽ കളിച്ചാൽ മതി എന്നാണ്. അപ്പോ മന്നാടിയാരെ, ഒരാള് ഒരു പെൺകുട്ടിയുടെ ശബ്ദമാണ് കേൾക്കുന്നത്. മുങ്ങാനല്ല, നിങ്ങൾ നടന്നു പോയി രണ്ടാളും കൂടി പറയും. ബാക്കി ഞാനുണ്ട് പിന്നാലെ. ഒരു വിരോധമില്ല. ആ മുങ്ങാനല്ല പറഞ്ഞത്, അപ്പ തമ്പുരാനെ നിങ്ങാന്നൊന്ന്, അല്ലാതെ മുങ്ങാനല്ല. നെരിക്കോട്ട് അമ്പലത്തിൽ പോയി മുങ്ങാനോ? ആ എല്ലാം നോക്കിയിട്ടോ. ആ അപ്പോ തമ്പുരാനെന്ന് ഒരു സ്ഥാനം തന്ന് നിങ്ങളെ വിളിച്ച് പറഞ്ഞതാണ്. എന്താ വേണ്ടെന്നോ? പൊറോട്ട തരുമോ? മുമ്പിൽ വരണം. പൊറോട്ട എന്താ വേണ്ടത് ചോദിച്ചു. ആ അവള് എന്താ വേണ്ടതെന്നാണ് ചോദിച്ചത്. അപ്പോ തമ്പുരാനെന്ന് വന്ന് പറഞ്ഞില്ലേ, അവൾ ആരാണ്, എന്താണ്, എവിടെ നിന്നാണ് ഞാൻ പറയണ്ടേ? നിങ്ങൾ കേട്ടാൽ മതി, നടന്നോളൂ. ഉമ്മർത്ത് അവളുടെ ഉമ്മർത്ത് നടക്കണം. ആ പിന്നാലെ നടക്കാൻ പാടില്ല. ആ അപ്പൊ ആരാണ്, എവിടെ നിന്നാണ്, എന്താ പേരെന്നൊക്കെ ചോദിക്കണം. ഒരാള് വന്ന് അതല്ലേ ചെയ്യേണ്ടത്. ആ അതെ, നാട് ചോദിക്കും. ആ ശരി, അപ്പോ ഇവിടെ വന്നു നാട് ഏതാണെന്ന് അറിഞ്ഞ കൊള്ളായിരുന്നു. മെല്ലെ മെല്ലെ ചോദിക്കുന്നൊന്നും പറയണ്ട, കറക്റ്റായിട്ട് ചോദിച്ചാൽ നാടവിടെയമ്മ അങ്ങനെ ചോദിക്കും. മെല്ലെ മെല്ലെ നിർത്തി നിർത്തി ചോദിക്കും തമ്പ്രാനെ. ആ എന്താണ്? ആ മെല്ലെ മെല്ലെ ചോദിക്കാനല്ലേ? ചെയർ വേണോ? ചെയർ വേണോ? ചെയറല്ല, ചാരുകസേര. അപ്പോ നാട് പറയാമ്മ, നിന്റെ നാട് എവിടെയാണ്? പീഞ്ഞാറ്. പീഞ്ഞാറ്. ഓ കേണിക്കുളം കല്ലടിക്കോട്. ആ കാര്യക്കാരൻ തമ്പ്രാന്റെ പട്ടി. ആ റെഡിയായി. എന്താ മനസ്സിലായോ? ആ നല്ല നാറ്റുമായിട്ടാ വരുന്നത്. ആ പീഞ്ഞാറ് പീഞ്ഞാറ് കേണിക്കുളം കല്ലടിക്കോട് കാരിക്കാരൻ തമ്പുരാൻ പെട്ടു. പെട്ടു അല്ലേ? അതല്ലേ പറഞ്ഞത് അവളെ? ഓ പട്ടിയിലെ പറഞ്ഞ ദേശത്തിലെ. ഞാനവിടുത്തെ ചെറുതാണ് തമ്പ്രാനെ. ആ എവിടെ കണ്ടിട്ടാ ഞാൻ ചെറുതായി പറയേണ്ടത്? അതെ 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 അതെ. അപ്പൊ അവിടുത്തെ ചെറുമിക്കുട്ടിയാണെന്ന് പറഞ്ഞതാണ്. പിഞ്ഞാറ് പിഞ്ഞാറ് കേണിക്കുളം കല്ലടിക്കോട് കാരിക്കാരൻ തമ്പുരാന്റെ ദേശത്തിലെ ചെറുമിയ. പേര് ചോദിക്കും. എന്റെ പേര് വെള്ളച്ചി തമ്പ്രാനെ. എന്താ അല്ലേ? ഓ പേര് വെള്ളച്ചി. വെള്ളച്ചിയാണ് അല്ലേ? ഓ പിന്നെ മീനൂന്ന് വിളിക്കുമ്പോ തമ്പ്രാനെ. അരുമ പേര് മീനു, പേര് വെള്ളച്ചി.
നാട് പടിഞ്ഞാറ് കേണിക്കുളം കല്ലടിക്കുളം കായകാരൻ തമ്മിലെ പട്ടിയിൽ ചെറുമീൻ മീനു വെള്ളച്ചു. ഇവിടെ വരാനുള്ള കാരണം ചോദിക്കപ്പാ. കാരണം പറയാൻ കൊറേ ഉണ്ട് തമ്പ്രാനെ. എന്നാ പറയമ്മാ. മെല്ലെ മെല്ലെ പറഞ്ഞുതരാം കേട്ടോളി. സമയമുണ്ട്. ഒരു ദിവസം ഞാനും എന്റെ വീട്ടിലിരിക്കുമ്പോ എനിക്ക് മുളയങ്കാവ് വേല കാണാൻ പൂതി വന്നു തമ്പ്രാനെ. അവള് പറയുന്നത് എന്നോട് കൂടി പറയുന്നു എന്താണെന്ന്. ഓ അവൾക്ക് മുളയങ്കാവിലെ വേല കാണാനുള്ള പൂതി തോന്നി. എന്നിട്ട് അടുത്തതെന്താണ് ചോദിക്കുന്നത്? അപ്പൊ ഞാനും എന്റെ ചെരങ്ങനും കൂടി മുളയങ്കാവ് വേല കാണാൻ പോയി. അതെന്താ? ആരെ? അവളും അവളുടെ ചെരങ്ങനും കൂടി മുളയങ്കാവ് വേലയ്ക്ക് പോയി. എന്നിട്ടോ അമ്മ? അവിടെ പോയപ്പോ നല്ല കാഴ്ച. എന്താ? ഓ കാഴ്ച. വേലപ്പറമ്പല്ലേ? ഓ എന്തൊക്കെയാണ് കാഴ്ച? നെമ്മാറ വേല കണ്ടിട്ടോ തമ്പ്രാനെ? നെമ്മാറ വേല. ആ ഞാൻ അവിടെയാണല്ലോ, നെമ്മാറയിലാണല്ലോ എപ്പോഴും. ആ നല്ല കാര്യമായി. ഓ നെമ്മാറ വേല കണ്ടിട്ടുണ്ട്. ഓ അവിടെ കൊറേ കാഴ്ച കണ്ടു തമ്പ്രാനെ. അതെന്താണ് കാഴ്ച ചോദിക്കുക? നീ നടക്ക അവരോടൊപ്പം പോ. അവിടെ പോണു ആന, കൊട്ട്. നിങ്ങൾ തേര് പറമ്പ് കണ്ടിട്ടില്ലേ? കൊടുവായൂർ തേര് അതേപോലെ ഇരിക്കണു. എന്താ? ഓ വേറെ എന്തൊക്കെ കണ്ടേ? തൂറിയാട്ടം കണ്ടു തമ്പ്രാനെ. ഊറിയാട്ടോ? ഊരാട്ടമല്ല, സൂര്യാട്ടം. മുമ്പ് യന്ത്ര ഊഞ്ഞാല് സൂര്യാട്ടം അതേപോലുള്ള സൂര്യാട്ടം കണ്ടു. എന്നിട്ടോ? ആ ഓ എന്റെ പിന്നാലെ നിൽക്കാതെ ആ കുട്ടിയുടെ പിന്നാലെ അപ്പൊ എനിക്ക് വേറൊരു പൂതി വന്നു തമ്പ്രാനെ. എനിക്ക് അതില് കാരണം തോന്നി തമ്പ്രാനെ. ആ കുട്ടികളത്തിൽ വെറുതെ ഇരിക്കേ കേറി തമ്പ്രാനെ. ഞാനും എന്റെ ചെരങ്ങനും കൂടി കൂറിയാട്ടത്തിലും കേറി, ചക്ര യന്ത്ര ഊഞ്ഞാലിലും കേറി തമ്പ്രാനെ. സൂര്യാട്ടത്തിൽ ഇരുന്നു, അതിനുശേഷം യന്ത്ര ഊഞ്ഞാലിലും കേറാൻ തോന്നി അല്ലേ? എന്നിട്ട് കേറിയോ അമ്മ? നീ കേറി തമ്പ്രാനെ. എന്നിട്ടോ? കേറിയപ്പോ എനിക്ക് തല കറങ്ങാൻ തുടങ്ങി. ഓ യന്ത്ര ഊഞ്ഞാലിൽ കേറിയാ തല കറങ്ങും. എന്നിട്ടാ നീ ഇത്? അപ്പോ താഴെ എത്തിയപ്പോ ഞാനും എന്റെ ചെറുക്കനും കൂടി ഇറങ്ങിയിട്ട് എന്നെ ഒരു ചക്കര കമ്പത്തിന്റെ ചോട്ടിൽ തൊട്ട് നക്കാൻ എത്തിയിട്ട് പോയി തമ്പ്രാനെ. അതായത് തല കറങ്ങിയപ്പോ ഇവിടെ താങ്ങി എടുത്തിട്ട് ഒരു കുറിപ്പിട്ട സ്ഥലത്ത് കൊണ്ടുപോയി ഇരുത്തി. എന്താ അങ്ങനെയല്ലേ കളിയച്ച? അങ്ങനെ തന്നെയല്ലേ? അല്ല പഴയ ആളാണല്ലോ, അങ്ങനെ തന്നെയല്ലേ? മാറ്റമൊന്നുമില്ലല്ലോ. അപ്പോ ചക്കര കമ്പത്തിന്റെ അവിടെ തൊട്ട് നാക്കാൻ ഇരുത്തി, ഒരു കുറിപ്പിട്ട സ്ഥലത്ത് ഇരുത്തി. എന്നിട്ടോ അമ്മ? എന്നിട്ട് എന്റെ ചെക്കൻ ഒറ്റയ്ക്ക് ചുറ്റാൻ പോയി തമ്പ്രാനെ. ആ അവളുടെ ചെക്കൻ ഒറ്റയ്ക്ക് പോയി. അപ്പൊ മനസ്സിലാക്കി അവള്. ആ എന്നിട്ടോ? ഒന്നുമില്ല. എന്നിട്ട് ഇത്തിരി നേരം കഴിഞ്ഞിട്ട് വന്നിട്ട് കറുപ്പ സഞ്ചിന്ന് കായെടുക്കടി പറഞ്ഞിട്ട് പോയി. അവൻ ഒറ്റയ്ക്ക് ചുറ്റാൻ പോയി. അതന്നെ പറഞ്ഞുതരാ. അവൻ ഒറ്റയ്ക്ക് ചുറ്റാൻ പോയി. ചുറ്റിയിട്ട് കുറെ നേരം കഴിഞ്ഞിട്ട് വന്നിട്ട് ഉള്ള അടുത്ത് വന്നിട്ട് ഇവിടെ ഒരു ഭാഗത്ത് കുറിപ്പിട്ട സ്ഥലത്താണല്ലോ എഴുതിയിരിക്കണേ. എന്താ മുഴിച്ച് നോക്കണം ഇങ്ങനെ? അപ്പോ കുറിപ്പിട്ട സ്ഥലത്ത് എഴുതി അവളുടെ അടുത്ത് തിരിച്ചു വന്നിട്ട് ആ കറുപ്പ് സഞ്ചിന്ന് കായെറിയും. അവള് ഈ പെണ്ണുങ്ങൾ ഇവര് പണിക്ക് പോണ സമയത്ത് ഇവിടെ ഒരു കറുപ്പ് സഞ്ചി വെക്കും. അതിൽ ചില്ലറ കെട്ടിയാലെ കിട്ടി വെക്കും. അതിവിടെ വെക്കും. ആ സെഞ്ചിന്ന് ഒരു 5-6 കായെറിയും. കായ പറഞ്ഞ പൈസ എടുക്കാൻ അല്ലേ? അപ്പൊ നീ എന്ത് ചെയ്തമ്മ? ഞാൻ എന്റെ സഞ്ചി കാശ് എടുത്ത് കൊടുത്തു തമ്പ്രാനെ. എന്നിട്ട് ഒറ്റ പോക്ക് പോയി. ഞാൻ കണ്ടിട്ടില്ല ചെരങ്ങനെ. ആ കാശും വാങ്ങിയിട്ട് പോയതാണ് അവള്. സ്വഭാവം കാണിച്ചു. അപ്പൊ നീ എന്ത് ചെയ്ത്? എന്നെ അവിടെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് പോയപ്പോ മൊത്തം തിരക്ക്. ഇവിടത്തെ കുറെ തൂമകളും ഉണ്ടായിരുന്നു. നിങ്ങൾ ഒന്നാമത്തെ. നിങ്ങളെ കണ്ടു ഞാന്. ഇയാളെ സൈഡിൽ ഐസ്ക്രീം തിന്നോണ്ടിരിക്കുന്നുണ്ട്.
ഐസ്ക്രീം അപ്പോഴും കഴിക്കും. ഓ എന്നിട്ടോ അപ്പൊ എനിക്ക് തിരക്കും ബഹളവും ഒക്കെ ഉണ്ടപ്പോ ഓ തുള്ളല് വന്നു മെമ്പറാനെ. ഓ തിരക്കും ബഹളത്തിന്റെ ഇടയിൽ വെളുക്കത്തി തുള്ളൽ വന്നു. എന്താ പേടിയായി. അപ്പൊ തുള്ളൽ ഒരു തരം വിറയലും പനിയും പോലെ വന്നു. അതാണ് ഈ തുള്ളൽ അല്ലേ? ഓ എന്നിട്ടമ്മ അപ്പൊ ഈ തുള്ളല് മാറ്റാൻ ആ. ഞാൻ ഭാവനാലിയപ്പന്റെ അടുത്ത് പോയി മെമ്പറാനെ. അതവിടെ വാമനാലിയപ്പൻ അവിടെയുള്ള ആളാണ്. കല്ലടിക്കോട്. മാരിയപ്പനല്ല, വാമനാലിയപ്പൻ. എവിടെയാണ് വാവനാലിയപ്പൻ? കല്ലടിക്കോട്. കല്ലടിക്കോട്ടിലാണ് വാവ എന്താണ് അയ്യടാ വാവനാലിയപ്പൻ. ഓ അവിടെ പോയപ്പോഴോ തുള്ളൽ മാറി വന്നല്ലേ? അവിടെ പോയപ്പോ ആ. നല്ല നോട്ടും ഭാവൊന്നും ശരിയില്ല മെമ്പറാനെ. ഓ എന്നിട്ടോ? അപ്പൊ ഞാൻ വേറെ സ്ഥലം നോക്കി പോയി. ഓ അതവിടെ പോയി. അങ്ങനെ പോയി എത്തിയത് മെല്ലെ മെല്ലെ ചോദിക്കും തമ്പ്രാനെ. ഓ മെല്ലെ മെല്ലെ ചോദിക്കാം. അവിടെ പോയപ്പോ നീ എവിടെയാണോ പോയത്? എന്താ തമ്പ്രാനെ നിങ്ങൾ ന്യൂസ് മെല്ലെ വായിക്കുകയല്ലേ? മെല്ലെ ആ അല്ല അവള് മെല്ലെ മെല്ലെ പറഞ്ഞു. മാതൃഭൂമിയിലെ പണിയെടുക്കുന്നത് ബാത്റൂമിലെല്ലാം അവിടെ ഇത്തിരി പറഞ്ഞുതരാൻ ഏതിലാണെന്ന് കേട്ടോ. പിന്നെ അമ്മ മെല്ലെ മെല്ലെ ചോദിച്ചു. അവിടെ എവിടെ പോയി പറഞ്ഞു? അപ്പൊ ഞാൻ തുള്ളല് മാറ്റാൻ ആ. കഴനി പൂശാരുടെ അടുത്ത് പോയി തമ്പ്രാനെ. വാവനാലിയപ്പന്റെ അടുത്ത് നടക്കാത്ത കാര്യം കഴിഞ്ഞിപ്പൂശാരുടെ അടുത്ത് പോയാൽ നടക്കും. ഓ നീ കഴിഞ്ഞിപ്പൂശാരുടെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്ത്? അവിടെ പോണു. അയാളെ നടയും തുറന്ന് മണിയാട്ടിക്കൊണ്ടിരിക്കുന്നു. അത് നല്ല പണിയാണ്. എപ്പോഴും അയാൾക്ക് തന്നെ പണി. അതന്നെ നിങ്ങൾ വീട്ടിൽ ചെയ്യണ പണി തന്നെ അയാൾ അവിടെയും ചെയ്യണേ. ആ അപ്പോഴേ അയാൾക്ക് നല്ല പണിയാണ് കിട്ടിയത്. മണി അല്ല നടയും തുറന്ന് മണിയാട്ടിക്കൊണ്ടിരിക്കുക. ഓ കഴിപ്പൂശാരി അയാളുടെ അമ്പലത്തിന്റെ നട തുറന്ന് മണിയാട്ടിക്കൊണ്ടിരിക്കണം. അയാൾ എന്തൊക്കെയാ വിചാരിച്ചിട്ടിരിക്കണേ? പോലും വിടണ്ട. ആ അപ്പോ ഓ പൂജ കഴിച്ചോണ്ടിരിക്കുകയാണ്. എന്നിട്ടമ്മ അത് കഴിഞ്ഞിട്ട് ആ. ഞാൻ എന്റെ പരാതിയൊക്കെ പറഞ്ഞു. എനിക്ക് തുള്ളലുണ്ട് പറഞ്ഞു. എന്ത് പറഞ്ഞേ? തുള്ളലുണ്ട് എനിക്ക് പറഞ്ഞു. ഓ പരാതി പറഞ്ഞു. ഓ മുഖ്യമന്ത്രിയുടെ അടുത്ത് പറയുമ്പോഴേ ഉള്ളു പരാതി കൊടുക്കാൻ പോയത്. എന്നിട്ടോ? അപ്പൊ അയാള് 7 ദിവസം എന്നെ ബലിയും വെച്ച് ആ. അയാളുടെ കോഴി അറുത്ത് കുണ്ടത്തിലിട്ട് തമ്പ്രാനെ. അസലായി 7 ദിവസം ബലി വെച്ച് 7-ാം പോക്ക് അയാളുടെ കോഴിയടുത്ത് അയാളിപ്പോ ജീവനോടെ ഉണ്ടോ അമ്മ? ഉണ്ട് തമ്പ്രാനെ. ഉണ്ടോ? അപ്പൊ എന്താ അത്? അതല്ല ആ നട തുറന്ന് വയ്ക്കുമ്പോ കോഴിയടുത്ത് ഓ. പൂജ കഴിക്കുന്ന ഓ കോഴിയടുത്ത് കുണ്ടത്തിലിട്ട് പൂജ കഴിക്കുക. ഓ അപ്പൊ തന്നെ തുള്ളല് മാറിയോ അമ്മ? മാറി തമ്പ്രാനെ. ഓ അപ്പൊ കഴി പൂജാരത്തിൽ പോയാൽ തുള്ളല് മാറും. കോഴിയടുത്ത് കുണ്ടത്തിലിട്ടാലും മാറും. പനി പോയപ്പോഴോ എന്തായി ഉണ്ടായി? ഏ? പനി പോയപ്പോ എന്താ ഏ ഉണ്ടായി? കൊടോ കൊടോ ഞാൻ ഇതിന്റെ അടിയിൽ എന്താണ് അപ്പൊ ചോദിക്കണേ? കൊടമാണ്. കൊട വേണ്ടല്ലോ ഒത്തോളൂ. ആ പറയും. നിനക്ക് ധൃതി ഉണ്ടോ തമ്പ്രാനെ? എനിക്ക് ഒരു തെളിവില്ല. ഒന്നുമില്ല. നാളെ ആരെ പോണു? ശരി പറ. അത് കഴിഞ്ഞപ്പോ എന്റെ തുള്ളല് മാറി തമ്പ്രാനെ. ഓ തുള്ളല് മാറി. അപ്പൊ എനിക്ക് എന്റെ ചെരങ്ങനെ ഓർമ്മ വന്നു. ഇപ്പൊ കാണുന്നു എനിക്ക് എന്റെ ചെരങ്ങനെ. ഓ അത് ചെറുങ്ങനെ കാണണമെന്ന്. ഇപ്പൊ തന്നെ കാണണോ? അതെ. ഓ ഇതിന്റെ കൂടെ ആളും വന്നിട്ടുണ്ട്. ഓ എന്നിട്ട് നീ എന്ത് ചെയ്ത്? അപ്പൊ ഞാന് ആ ചെരങ്ങനെ അന്വേഷിച്ച് ആ നമ്മുടെ മറിയം കോളേജ് വഴി ആ നമ്മുടെ കരുന്നൂർ തറ എത്തി തമ്പ്രാനെ. അയ്യോ ഓ എത്താൻ പറ്റിയ സ്ഥലം. ഓ. തിരുവനന്തപുരത്തറ. ആ ബെസ്റ്റ് തരമാണ്. ആയിക്കോട്ടെ. ഓ എന്നിട്ടോ? കരുവന്നൂർ തറ അടുത്ത് ആ. നോക്കണു പുതിയൊരു ജിമ്മ്. എന്താ? ജിമ്മ് ജിമ്മ് എവിടെ? മറ്റേ ആരോഗ്യം ഇങ്ങനെ കാണിക്കില്ലേ? ആ അതന്നെ ആ അവിടെ പോയി. ഓ അവിടെ പോയിട്ടോ? അതിന്റെ ചോട്ടില് ആ ഒരാള് വണ്ടിയും പിടിച്ച് നിക്കണു. എന്നിട്ട് എന്നോട് ആ. എവിടേക്കാണ്ടി അമ്മ ചോദിച്ചു. ആരാ ഇത്ര മഹാഭാവി? ഇത് ഏത് മഹാഭാവിയാണ്? ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് മൂത്താരെ. ഏ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. എന്താണ്? ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഒന്ന് കാണിച്ചതാ നോക്കട്ടെ. ട്രംപല്ല, ശ്രീരാമൻ. അയ്യോ ആ മനുഷ്യൻ അതല്ല. ആ. നിങ്ങളെയൊക്കെ തെറ്റിദ്ധാരണയാണ്. സാധാരണ പറഞ്ഞ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലിരിക്കും. ഓ. ജിമ്മിലേക്കൊന്നും പോവാറില്ല. ഓ എന്നിട്ടോ അമ്മ? എന്നെ നോക്കി ഇങ്ങനെ കാണിച്ചു. എങ്ങനെ? ഇങ്ങനെ. ഓ ആ, ആ, ആ. ഓ അപ്പൊ നീ എന്ത് ചെയ്ത്? അപ്പൊ എനിക്ക് മനസ്സിലായി ആ. അയാളുടെ ഭാവവും ശരിയല്ല. ആ എന്നിട്ടോ? അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് നടന്നു പോവാ വിചാരിച്ചത്. നടന്നു മൂത്താരെ. ഓ എവിടേക്ക് നടന്ന്? തറയുടെ ഉള്ളിൽ കൂടെ നടന്നു ഓ മൂത്താരെ. തറയോട് കൂടുതൽ പിന്നെ ഞങ്ങൾ അമ്പലമൊക്കെ കടന്ന് അങ്ങോട്ട് പോയി. ഓ അപ്പൊ നമ്മുടെ അമ്പലം എത്തിയപ്പോ ഓ വേറൊരാള് വണ്ടിയിൽ വരുന്നു. ഓ വണ്ടിയുടെ ഉമ്മർത്ത് ഓ. അത്തം എന്ന് എഴുതിയിട്ടുണ്ട്. ആ,
മനസ്സിലായി ആളെ മനസ്സിലായോ നിങ്ങക്ക്? ഇല്ല ഇല്ല. അത്തം 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 ഇവിടെ വന്നു കഴിഞ്ഞാലേ ആ. ഇവിടെ വന്ന് നമ്മളെ വട്ടക്കളി കളിക്കില്ലേ? അപ്പൊ ആൾക്കാര് പറയുന്നത് കിരീടം വെച്ച രാജാവാണെന്നാ പറയുന്നത്. ഓ, മനസ്സിലായി. ആളെ മനസ്സിലായില്ലേ? റേഷൻ കട അതന്നെ. ശിവരാമകൃഷ്ണൻ കിരീടം അത്തം അത്തം ഓ അത്തം ഓ 24 മണിക്കൂറും പണിയാ തന്നെ പറഞ്ഞോ. ഓ എന്നിട്ട് പറ. അപ്പോ ഓ എന്റെ അടുത്ത് ഓ നീ വണ്ടി കയറടി അമ്മ, നിന്നെ ഞാൻ ഇവിടെ കണ്ണിയാറിൽ നടക്കുന്നുണ്ട്, ഓ. അവിടെ കൊണ്ടുവിടാ, ഓ. നീ അന്വേഷിച്ചോ പറഞ്ഞു. ഓ അത്തം അങ്ങനെ പറഞ്ഞു അല്ലേ? നീ പേര് മാറ്റി നീ ശശിന്ന് ആരും വിളിക്കണ്ട കേട്ടോ. അത്തം ദാ അത്തം വരുന്നു. ഓ എന്നിട്ടോ? അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നാണ് തമ്പ്രാന്. ഓ നന്നായി. അങ്ങനെ നീ പിന്നെ നിന്റെ ചെരങ്ങനീത്തോടെ ഇങ്ങോട്ട് വന്നാണ്. അതെ തമ്പ്രാനെ. ഓ ആ കഴിഞ്ഞപ്പോ ഞാനെന്ത് വേണം? എനിക്ക് എന്റെ ചെരങ്ങനെ കണ്ടുപിടിച്ചായിരുന്നു തമ്പ്രാനെ. ഓ ചെരങ്ങനെ കണ്ടുപിടിച്ചതാണ്. വേറെ ആരും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും പറഞ്ഞു പറഞ്ഞില്ലല്ലോ. നിങ്ങളാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞു. ആരെ ദാ ഈ തമ്പ്രാൻ, ആരെ ഈ തമ്പ്രാൻ. കാണിക്കാനോ? എന്ത് കാണിക്കാനാ? അല്ല, അപ്പൊ അയാൾക്ക് ആളെ കാണിച്ചു കൊടുക്കാൻ പണി. അല്ല, ഒരു മിനിറ്റ് ഇങ്ങട് വര്. അയാൾക്ക് ആളെ കാണിച്ചു കൊടുക്കാൻ പണി. അപ്പോ ആരെയും അന്വേഷിച്ച് വന്നാ അയാൾ ആളെ നീ ഇവിടെ ഏതായാലും വന്നില്ലേമ്മാ? ഓ തമ്പ്രാനെ. ആ അപ്പൊ നിനക്ക് ജർമ്മനിയൊക്കെ ഇവിടെ തപ്പി നോക്കാൻ ഒരുപാട് പാടുണ്ട്. അപ്പൊ അത് 1-2 ദിവസമൊക്കെ ആകും. മനസ്സിലായില്ലേ? ഏതായാലും അന്നത്തെ നമ്മുടെ ഉമ്മർത്ത് വന്നു എങ്ങനെയെങ്കിലും തപ്പി പിടിച്ച് കാണിച്ചു തരാനൊക്കെ പറ്റുമോ നോക്കട്ടെ. അതുവരെ നിനക്ക് വല്ല പണിയും ചെയ്ത് ഇവിടെ ഇരിക്കാൻ പറ്റുമോ? പറ്റും തമ്പ്രാനെ. ഓ എന്തൊക്കെ പണി അറിയും നിനക്ക് നോക്കട്ടെ. തേകുക, ഓ തെക്കുക, ഓ. മുഞ്ചയ്ക്ക് വെള്ളം കോരുക, വാഴയ്ക്ക് മണ്ണ് വെട്ടുക, ഓ. നിങ്ങളുടെ വായിൽ പൂഴി കയറ്റുക. ആ, വെറുതെ ഓ പറഞ്ഞില്ലേ പൂഴി കയറ്റി തന്നെ. ആ അതിപ്പോ ആയല്ലോ, എനിക്ക് സമയമൊക്കെ ആയല്ലോ. ആ വാഴയ്ക്ക് മണ്ണും കൂടി എന്റെ വായിൽ പൂഴിയും കയറ്റുള്ളൂ. അതൊന്നും പറ്റില്ല. അപ്പോൾ വേറെ പണികൾ ഒരുപാടുണ്ട്. പറ്റുമോ? പറ്റും തമ്പ്രാനെ. എന്തൊക്കെ പണിയുണ്ട് അറിയോടെ? പറയും തമ്പ്രാനെ. ഓ ഒരുപാട് പണിയുണ്ട്. രാവിലെ പണിയണം, ഉച്ചയ്ക്ക് പണിയണം, വൈകുന്നേരം പണിയണം. അങ്ങനെയൊന്നും മന്നാടിയാരെ പറ്റില്ല കൂടെ പോയിട്ട് തമ്പ്രാനെ. പിന്നെയും പണിയണം. എവിടെ ചക്രം ചവിട്ടാൻ അറിയും തമ്പ്രാനെ. മന്നാടിയാരെ പിന്നെ പ്ലഗിന്റെ കൂടെ പോയി പണിയണം. അതൊന്നും അറിയില്ല തമ്പ്രാനെ. ആ ടൈം എടുക്കും. അപ്പൊ വേറെ വല്ല പണി അറിയോ? ചക്രം ചവിട്ടാൻ അറിയും തമ്പ്രാനെ. ചക്രത്തെ ചവിട്ടിയാ വഴിക്ക് ഉരുണ്ട് പോയില്ലേ? ഇല്ലേ? ആ ഓ പാടത്ത് വെള്ളം തിരിക്കണേന്റെ ചക്രം ചവിട്ടലാണ്. അത് എങ്ങനെയാണ് അമ്മ? പറഞ്ഞുതരാ മുത്താരെ പാട്ടായിട്ട്. ഓ ശരി ഓ നോക്കട്ടെ. എടുത്തോളി, താളമൊക്കെ എടുക്കേ. താതൈ തൈ താ തൈ തൈ താതൈ തൈ താ തൈ തൈ താതൈ തൈ താ തൈ തൈ തകൃതിത്തോ
കാലം കാറുത്തപ്പോൾ അലറി പെയ്തു മഴ എന്റെ നാട്ടിൽ. മലയിൽ മഴ പെയ്തു പുഴയിൽ വെള്ളം വന്നു ചെത്തിയിട്ടും കൂട്ടിയിട്ടും നിൽക്കുന്നില്ല. അഞ്ചാറ് ആളു ചേർന്ന് അഞ്ചാറ് ചാള കെട്ടി ചാളേന്റെ ബലക്കാരോകിൽ തോട്ടം വെച്ചു. തോട്ടം തേക്കി നടപ്പാൻ ആളോ വരാഞ്ഞിട്ട് ചാടിച്ച വിട്ടിനായും ചക്കരത്തിൽ. അപ്പൊ വെള്ളച്ചി ആ ഊരിക്കോ ഇപ്പൊ എല്ലാവരും അങ്ങനെ തന്നെ. ഇപ്പൊ വെച്ചിട്ട് വരുന്നവർക്ക് ഒരുപാട് ഇവിടെ തപ്പി നോക്കിയാൽ പരിപാടനം കിട്ടുമോ പോലെ. നല്ല കാര്യമായി. ആ അപ്പൊ ഇങ്ങനെയാണ് ചക്രം ചവിട്ടല്. മനസ്സിലായില്ലേ? എന്താണ്? ഓ തന്നോ? എന്താണ് ഞാൻ വീട്ടിൽ കൊണ്ട് കൊടുക്കാനാണ്. അത് കൊണ്ട് കൊടുത്താൽ അവൾ മുഖത്തറിയും. ആ അപ്പോ ചക്രം ചവിട്ടല് ബഹു കേമം. ആശാനെ ചക്രം ചവിട്ടല് ഇതാണ് ചക്രം ചവിട്ടല്. അപ്പൊ നമ്മളെ ഒരു കാര്യം ചെയ്യണം. അത്രയും പറഞ്ഞതല്ലേ, നമ്മളെ ഒന്ന് തേടി പിടിച്ച് കൊണ്ട് നോക്കണം. അപ്പൊ വെള്ളച്ചി എവിടെ? എന്താണ് ചെരങ്ങനെ കാണിച്ചേരി. ഓ കാണിച്ചു തരാം, നോക്കട്ടെ. ജർമ്മന പേരൊന്നും ചോദിച്ചൊന്നും വേണ്ട, നമ്മളോട് കണ്ടാൽ മനസ്സിലാവുമല്ലോ. അപ്പൊ നീ ഒരു കാര്യം ചെയ്യേ, നീ കുറച്ചങ്ങോട്ട് മാറി നിൽക്കേ, ഞാൻ നോക്കട്ടെ, അവിടെ തപ്പി നോക്കട്ടെ. ശരി തമ്പ്രാനെ. ആ എന്താ സാധനമൊക്കെ കൊണ്ടുപോയിക്കോ നീ. അത് കേൾക്കണ്ട, പോയിട്ട് കാലത്ര ഇന്ദിരാഗാന്ധി.
മകൻ കണ്ണഞ്ചിറമനാണ് പടിഞ്ഞാറ് നാട്ടിൽ വാഴും കൺമുളയ മകൻ കണ്ടഞ്ചിറമനാണ് അതെന്താ ബോംബോ? ആ അതെവിടെ ഇവിടെ ഉണ്ടോ? അല്ല പണി ആ ഓ പഴയ ആളുണ്ട് ഇവിടെ. വരെ ഇങ്ങോട്ട് വരേ, എന്റെ അടുത്ത് വരേ. കോഴിമുട്ട തൊപ്പ കോഴിമുട്ട തൊപ്പ. ആ മണ്ണെണ്ണയിൽ ബോംബ് വെക്കണം. മണ്ണെണ്ണയിൽ ബോംബ് വെക്കാനോ? മണ്ണെണ്ണ ഇല്ല, പിന്നെ ബോംബ് വെക്കുന്നത്. ഇതെന്താ പിള്ളേർ സ്വകാര്യം പോലെ പിന്നാലെ നടക്കുന്നത്? പോകോയില് ഓട്ട് കമ്പനിയിലെ പോകോയിലെ പോലെയുണ്ട്. ആ ഓട്ട് കമ്പനിയുടെ പോകോയില് ആരാ? അതെ ഈ രക്കോ അല്ല പനിക്കേരി മുള്ളു കൊട്ടാൻ പറഞ്ഞു, കോഴിമുട്ട തൊപ്പ വരിക്കാൻ പറഞ്ഞു. അവൻ ആളെ മനസ്സിലാകാണ്ട് പറഞ്ഞാണ്. അപ്പൊ എവിടെ മണ്ണാടിയാലോ എവിടെ പോയി ചോദിച്ചേ
ചാത്തോന്ന് വിളിച്ച് ചോദിക്കേ. അവിടെ പോയി ചോദിക്കേ, അവന്റെ അടുത്ത് പോയി ചോദിക്കേ. ആ നിനക്ക് പറ്റിയ പണിയാണ് പോത്ത്. പിന്നെ അടുത്തത് ചോദിക്കേ. നിങ്ങളെ വളത്തിൽ നിൽക്ക്, ഇവിടെ നിൽക്ക്, അങ്ങനെ പോണ്ട, നിങ്ങള് പോയി. അപ്പൊ ചാത്തോ വിളിച്ചപ്പോ പോത്ത വിട, ലക്കോ വിളിച്ചപ്പോ രക്കന്റെ കൂടെ നക്കാൻ പറഞ്ഞു. അവൻ ആളെ മനസ്സിലാകാണ്ട് പറഞ്ഞതാണ്. നന്നായിട്ടൊന്ന് നോക്കി എന്നാ പറഞ്ഞു. നിങ്ങളൊക്കെ മുണ്ടാണ്ടിരിക്കാൻ പറഞ്ഞില്ലേ? ആ അപ്പളേ ഇവിടെ വാടാ, ഇങ്ങോട്ട് വിളിച്ചാ അങ്ങോട്ട് പോ, നല്ല ചെലവിളിയുണ്ട്, എന്നാ അങ്ങോട്ട് പോ. ആ അത് നന്നായിട്ട് ആ തമ്പുരാനെ ഒന്ന് നോക്കി പറ. ചാത്തനും ബോത്തനൊന്നും അല്ല, നന്നായി നോക്കേ. അയാളെ തന്നെ നോക്കിക്കോ. അവന്റെ ഉമ്മർത്ത് നിൽക്കാൻ കാണട്ടെ, നീയും പോ. ഇയാളെ ആ നമ്മുടെ വെള്ളിയാഴ്ച വരാൻ പറയേ, ശനിയാഴ്ച വരും. അതാരാണ്? ആ അയാള് വെള്ളിയാഴ്ച വരാൻ പറഞ്ഞ ശനിയാഴ്ച വരാൻ പറ. നീ ആരാണറിയോ? നായാടി. ആ നിങ്ങളൊന്ന് പോയി നോക്കി, നിങ്ങളൊന്ന് പോയി ഇയാളെ ഒന്ന് നോക്കി പറ, അതാരാണോ നോക്ക. ആ ആ ഇയാളെ ആ പിടിയിട്ടെ ആരാള്? വിട്ടുപിടിയിൽ വിട്ടുവെക്കാൻ ചട്ടിച്ചാറ് ഭർത്താവ്. ആ അത് കാണുമ്പോഴേ ഉണ്ട്. 56 സൈസാണ്, നോക്കിയോ? 56 സൈസാണ്. കുറ്റി പോലെ തന്നെ ഉണ്ട്. അപ്പൊ നന്നായി ഒന്ന് നോക്കി പറ. ആ മനസ്സിലായി മൂത്തരെ? കരുണാത്ത മേനോൻ. ഓ അപ്പൊ അറിയാ. ആ പൗഡറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നോക്കിയാ ജമ്മുന്നുണ്ട്. ആ എന്നിട്ടോ? ആ അതൊന്നും ശരിയല്ല. ചാത്തോ പോത്തവരുടെ അതൊക്കെ നോക്കി, ആളെയൊക്കെ നോക്കി പറഞ്ഞ് അവന് വൃത്തം കിട്ടിയില്ല. നാളെ അവിടെയാണ് ചോദിക്കുക. രണ്ടാളും പോയി ചോദിക്കും കുട്ടികളെ. ഓ എന്റെ നാടേ ആ പടിഞ്ഞാറ് പടിഞ്ഞാറ് ഏടിക്കുഴങ്കല്ലടിക്കോട് കാര്യക്കാർ ബ്രഹ്മം പെട്ടു. ആ ആരെ? അതൊന്നുമല്ല അവൻ പറഞ്ഞത്. പടിഞ്ഞാറ് പടിഞ്ഞാറ് കേണിക്കുളം കല്ലടിക്കോട് കാരിക്കാരൻ തമ്മിലാന്റെ ദേശത്തിലെ അവിടുത്തെ ആരാണെന്ന് ചോദിക്കും. വേറെ ആരെയും ഇവിടെ ഇയാൾ നടക്കില്ല. ആ നീ പോ, അതും പോലെ. അപ്പൊ ഞാൻ തന്നെ ചോദിക്കാം, നീ അവിടുത്തെ ദേശത്തിൽ ആരാണപ്പാ? അവിടുത്തെ ആ ചെരങ്ങൻ ചോറിയൊന്നും കൊണ്ടൊന്നും ഇവിടെ വരാൻ പറ്റില്ല. ഇവിടെ ഇന്നില്ലേ ഒക്കെ ഓരോരുത്തരും മാന്തിക്കൊണ്ടായിരിക്കുന്നത്, നടക്കില്ല. ആരെന്താ? ആ ഓ ഓ ചെറുമനാണെന്ന് പറയണം. ഓ നീ ഇവിടെ വരാനുള്ള കാരണം എന്താണപ്പാ? ഓ ഞാനേ ഓ ഞാനും എന്റെ ഓ ചെറുതും കൂടി. ഓ നിനക്ക് വേറെ ചെറുതുണ്ടോ? ഡാർലിംഗ്. ഓ ഡാർലിംഗ്. ഓ ഞാനും എന്റെ ഡാർലിംഗും കൂടി ഓ മുളയങ്കാവ് വേല കാണാൻ പോയി. ഓ എവിടെ? മുളയങ്കാവ്. മുളയങ്കാവ് വേലയ്ക്ക് പോയി. ഇങ്ങോട്ടോ? വേലയ്ക്ക് പോയപ്പോഴേ ഓ എന്റെ ചെറുതിനൊരു പൂതി. ഓ എന്താന്നറിയോ? എന്താ പറഞ്ഞാലേ അറിയുള്ളൂ. തൂറിയാട്ടത്തിലൊന്ന് ചുറ്റാൻ. എന്തിന്? ഓ എന്നിട്ട് നീ എന്ത് ചെയ്ത്? അവളുടെ ആഗ്രഹമല്ലേ മൂത്തരെ, അതെ അത് അങ്ങോട്ട് സഹായിച്ചു കൊടുത്തു. ഓ അപ്പൊ തൂറിയാട്ടത്തിൽ കേട്ടിരുത്തിയോ? കേട്ടിരുത്തി മൂത്തരെ. എന്നിട്ട് ചിറ്റിയോ? അവിടെ നിക്കണ ആളെ ഓ അവളെ പിടിച്ചേ ഒരു 4 അങ്ങോട്ട് തിരിയങ്ങോട്ട് തിരിച്ചു മൂത്തരെ. അവളെ പിടിച്ചാ അവിടുത്തെ ആള് 4-5 തിരിച്ചോ? അതെ മൂത്തരെ. ഓ നല്ല യന്ത്ര ഊഞ്ഞാലിക്കരി. ഞാൻ എവിടെയൊക്കെയോ പോയി അങ്ങോട്ട് തിരിച്ചു കൊണ്ടു. ആ ഓ ഓ ഓ എന്നിട്ടോ? അപ്പൊ അവൾക്ക് തുള്ളൽ വന്നില്ല മൂത്തരെ. ഓ യന്ത്ര ഊഞ്ഞാലിൽ തിരിഞ്ഞ സമയത്ത് തുള്ളൽ വന്നോ? ഓ എന്നിട്ടോ? അപ്പൊ ഞാൻ അവളെ ഓ ഒരു കുറിപ്പിട്ട സ്ഥലത്ത് ഓ ഇരുത്തി. ഓ എന്നിട്ട് എനിക്കൊരു പൂതി ഓ ഒറ്റയ്ക്ക് ചൂറ്റാൻ. അത് നല്ല പരിപാടിയാണ്. വേലപ്പറമ്പില്ല ഒറ്റയ്ക്ക് പോയാലേ അവന്റെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. നിങ്ങൾ പണ്ട് ചുറ്റിയമാരി. ഓ ഞാൻ പണ്ട് ചുറ്റിയ പോലെയോ? ആ അത് നല്ല കാര്യമായി. ഇനി ഒടുവിൽ ഓതപ്പ എനിക്കാണ്. ആ അപ്പൊ നീ എന്നിട്ട് അവിടെ ഒരു കുറിപ്പിട്ട സ്ഥലത്ത് നീ ഒറ്റയ്ക്ക് ചുറ്റാൻ പോയി. അതെ മൂത്തരെ. ഓ എന്നിട്ടോ? പറയാ ബാക്കി. വേലപ്പറം ചോദിക്കേ. വേലപ്പറമ്പൊക്കെ ചുറ്റി. ആ അവിടെ വല്ലതും കണ്ടോ?
ഞാൻ ചുറ്റിക്കൊണ്ട് നടന്നപ്പോഴേ ആ നമ്മുടെ ആലിയപ്പനെ ഓ പാണച്ചക്കര നാലാ മുറിച്ചിരിക്കുന്നു മുതലേ. എന്താണ് ഓ ചക്ക ഓ പഴച്ചക്ക ഓ പാണച്ചക്കരെ 4 ആക്കി മുറിച്ചു വെച്ചിരിക്കണം. എന്നിട്ട് നീ എന്ത് ചെയ്തപ്പാ? ഞാൻ ആലിയപ്പനെ കൊണ്ടേ ഓ ആലിയപ്പ ഓ കാശിന് എത്ര വേണം? ഓ അപ്പൊ അവനെന്ത് പറഞ്ഞേ? ഓ അപ്പൊ അവരെന്ത് പറഞ്ഞു? കാശിന് ഒരു കടി എന്ന് പറയാം. കാശിന് ഓ കാശിന് ഒരു കടി. ഓ നീ എന്റെ മുഖത്ത് നോക്കി നിൽക്കണ്ട, നടക്കൊപ്പം പോ എന്നെങ്കിലും നോക്കിക്കൊണ്ട് നിൽക്കണം. പോ ആനയും പാപ്പനും ഒക്കെ പിന്നെ നോക്കാം. അപ്പൊ പോ. ഓ കാശിന് ഒരു കടി പറഞ്ഞു. ആ എന്നിട്ടോ എന്ത് ചെയ്തപ്പാ? നീ എന്ത് ചെയ്ത്? ഞാനേ ഓ ഇത് വാങ്ങണേ കാശ് വേണ്ട മുതലേ. അത് വേണം. എന്റെ കാശില്ലല്ലോ. അപ്പൊ നീ എന്ത് ചെയ്ത്? ഞാൻ നേരെ ഡാർലിങ്ങിന്റെ അടുത്ത് പോയി. ഓ ഡാർലിങ്ങിന്റെ അടുത്ത് പോയപ്പോ എന്ത് ചെയ്ത്? അവളുടെ കാശുണ്ട്. ഓ അപ്പൊ അവളുടെ സെഞ്ചിന്ന് കാശ് എടുക്കണി, നിന്റെ കാശ് എടുക്കണി. എങ്ങനെ എന്ത് പറഞ്ഞേ? ആ മേനെ എല്ലാം അറിയാം. അവനെല്ലാം അറിയാം. നീ ഒന്ന് പൊത്തിപ്പിടിക്കാവനെ. അപ്പൊ ഒതുങ്ങിക്കോളൂ. ആ അപ്പൊ കറുത്ത സഞ്ചിന്ന് കാശ് എടുത്തതാടി എന്ന് പറഞ്ഞു പോയി. നീ ഒന്നിട്ട് കാശ് കിട്ടിയോ? കാശ് എടുത്തിട്ട് ഞാൻ പോയി മുതലേ. ഓ എന്നിട്ട് എന്ത് ചെയ്ത്? കണ്ടിട്ട് ഒന്നും എടുത്തു, കാണാണ്ടി ഒന്നും എടുത്തു. എന്ത്? ഒരു ഉറുപ്പേ അല്ല പിന്നെ നീ ഒരുപാട് വർത്തമാനം പറഞ്ഞാലും അവൻ പൊത്തിപ്പിടിക്കും കേട്ടോ. എന്തൊക്കെ താഴ്ത്തത്. ഓ കണ്ടിട്ട് ഒരു കടിയെടുത്തു, കാണാണ്ടി ഒന്നും എടുത്തു. അത് നല്ല കാര്യമാണ്. അപ്പൊ ഒന്നിനൊന്ന് ഫ്രീ. അതെ ആ അപ്പൊ ശരിയായി. അപ്പൊ ഞാൻ മുറുക്കി തുപ്പില്ല മുതലേ. ഓ ഈ അപ്പൊ വെള്ളം മുറുക്കി തുപ്പി. അതെന്താണ്ട് അതെ തിരിഞ്ഞു നോക്കിയപ്പോഴേ ഓ ഒരു 7 അടിയുണ്ട്. ഓ ഇതാ ഇയാളെ മേരെ ഉണ്ട്. ഇയാളെ മാരി 7 അടിയോ? ആ ഓ എന്നിട്ടോ? ഓ നീ എന്ത് ചെയ്തടാ? തിരിഞ്ഞു നോക്കിയപ്പോഴേ ഓ തലയിൽ തോൽപ്പി. എന്താ ഒലിപ്പി? ഓ ഓ ഓ മാറത്ത് മുദ്ര, ഓ കാലില് വെള്ളച്ചാക്ക്, ഓ ഇടുപ്പത്തോ ഞാൻ കൊണ്ട കോണകം. ആ അപ്പൊ തലയിൽ തൊലിപ്പി, തൊപ്പി, മാറത്ത് മുദ്ര, ഓ അടയാളം, അരയിൽ ഉങ്ങിയാരുടെ അല്ല ബെൽറ്റ്, അതിനാണ് ഈ കോണകം പറയണത്. കാലില് വെള്ളച്ചാക്ക, ഷൂവും സോക്സും ഒക്കെ ഇട്ടിരിക്കുകയാണ്. അതാരാണ്ടത്? അങ്ങനെ ഒരാള് ആരാണ്ടത്? എവിടെയാ? ആ അല്ല എനിക്ക് പറഞ്ഞപ്പോ പിടി കിട്ടിയില്ലേ മുത്തരെ? എനിക്ക് ഏകദേശം പിടിക്കിട്ടുള്ളൂ. അതന്നെ. പറ ഏത്? ഓ പോലീസ് അയാളാണ്. ആ അയാള് കൂടെ അവിടെ എങ്ങനെ ഉണ്ടോ? ഇവിടെ 2 നിക്കണ്ടല്ലോ തൂണുമേരി, അപ്പുറത്തോ അപ്പുറത്തോ. ഓ ഈ സോമ്പേരിയോ? എന്തിനാടാപ്പാ ഈ പണി? ഓ എന്നിട്ടോ? ഞാനേ ഓ ഒരു 5 കിലോമീറ്റർ ഓടി ഓ അപ്പുറത്ത് എത്തിയിട്ടേ ഓ നിന്റെ അപ്പനെ വേണ്ട, മെല്ലെ. അമ്മ വേണ്ടത്. മെല്ലെ അവനെ അല്ല അയാളെ നോക്കിട്ട് അപ്പനാരടാ അമ്മയാരടാ നല്ല കോപ്പായില്ലേ? ഓ ഓ ധൈര്യശാലി. ഓ ഓ എന്നിട്ടോ? അപ്പോഴേ ഓ എന്റെ ഡാർലിങ് അവിടെ ഒറ്റയ്ക്ക് ഇരിക്കലും മുത്തരെ. അതെ എനിക്ക് അവിടെ ഓർമ്മ വന്നു. ഡാർലിങ് ഒറ്റയ്ക്ക് ഇരിക്കണോ ഓർമ്മ വന്നു? നിങ്ങളെന്താ ഈ ഓന്ത് കൊട്ടപ്പാല് കുടിച്ച പോലെ ഇരിക്കണേ? അയാൾ വളരെ ആലോചിക്കണു. പഴയ ആളാണ്. എങ്ങനെ കുട്ടിയേട്ടോ? ഹായ്. ആ ഓ പഴയ ശർമ്മനും ഇവിടെ ഇരിക്കണ്ടേ? ആ അതാ അയാളെ കണ്ടിട്ടുണ്ടോ നീ? ആ അയാളെ കണ്ടിട്ടുണ്ടോ? ആ ഒരു ഫ്ലൈയിങ് കിസ് കൊടുക്കേ. മതി 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 ഇനി വേണ്ട. ഇനി ഉമ്മ കൊടുത്താൽ ബുദ്ധിമുട്ടാകും. ഇനി വേണമെങ്കിൽ ഉമ്മ വാങ്ങിക്കോ. എന്നിട്ടോടാ ബാക്കി പറയും മുത്തരെ. ഓ ഓ അപ്പൊ എന്ത് പറഞ്ഞ? എവിടെ എത്തി? അപ്പനെ അമ്മയും ചോദിച്ചു. പോലീസുകാരനെ ചീത്ത പറഞ്ഞു. അപ്പൊ എന്നിട്ട് അടുത്തത് എന്ത് ചെയ്ത്? അപ്പൊ ചെറുങ്ങന്റെ ചെറുതിന്റെ ഓർമ്മ വന്നു. ഓ എന്നിട്ട് നിനക്ക് ഇത്രയും വേലപ്പുറമ്പൊക്കെ ചുറ്റിയിട്ട് വല്ല വെള്ളവും വല്ലതും കുടിച്ചു നീ?
ഞാനേ ഓ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ ഓ ഒരു കളറ് വെള്ളം ഒരു കടയിൽ വെച്ചിരിക്കും. ഒരു കടയില് കളറ് വെള്ളം രാത്രി കഴിക്കില്ലേ? ഞാനോ രാത്രി ഞാനെന്ത് കഴിക്കണേ? വെള്ള. ഓ മാംഗോ ചില്ലി. ആ എനിക്ക് ദാഹിച്ചപ്പോഴേ ഓ അതെടുത്തൊരു അടി. ഓ ഓ വെള്ളത്തിന്റെ അടുത്ത് അടിച്ചു. ഓ എന്നിട്ടോ? ഓ എന്നിട്ടോ നീലേ ബാക്കി പറയും മറന്നു. മറന്നു. ആ ഡോസ് അടിച്ചിട്ട് വെള്ളം അടിച്ചപ്പോ ഡോസായി. അവള് ഡോസ് അടിച്ച് ചെറുതിന്റെ അടുത്ത് പോയപ്പോ ചെറുതിനെ കാണാനില്ല അല്ലേ? അതല്ലേ? അതെന്നെ മുത്തരെ എന്താ അറിയാത്ത മാതിരി ചോദിക്കണേ? അല്ല ഞാൻ മറ്റേത് കഴിക്കുന്ന ആളാണല്ലോ. ഞാൻ മറ്റേത് കഴിക്കണല്ലോ എന്റെ പണി. അതിപ്പോ അല്ലേ? ഇപ്പൊ അല്ലേ? അതെ പണ്ടത്തെ കാര്യം പറഞ്ഞത്. ഓ ഇപ്പോഴും ചട്ടിയിട്ടില്ല. അണ്ണാന്റെ വയസ്സായ മരഞ്ചാട്ടം നിർത്തില്ല എപ്പോഴും ഉണ്ട്. അതല്ല ഞാനും പറഞ്ഞത്. ആ അതൊന്നും പറയണ്ട. എന്നാ ചെയ്യാമ ശരിയല്ലേ? അല്ല നമ്മൾ രണ്ടാളും കൂടെ അടിക്കുക. ഇയാളുണ്ടോ? അയാളല്ലേ മെയിൻ. വാങ്ങിക്കൊണ്ടുവരുന്നത് അയാൾ തന്നെയാണ്. മോഹൻലാലിന്റെ ആംബിയറാണ്. ആർക്ക്? എന്ത്? ഓ എനിക്ക് 47 കൊല്ലമായി കളിയില്. അയാള് സിനിമയിൽ 47 കൊല്ലമായി. അവര് എന്റെ അടുത്താ കളിക്കുന്നത്. ഈ 47 കൊല്ലം ആയിട്ടുള്ളൂ എന്നോടാണ് നിങ്ങളെയൊക്കെ കളി അല്ലേ? ആ അതിപ്പോ നാട്ടുകാർ മനസ്സിലാക്കിയില്ലേ? ആ നടക്കില്ല. അപ്പോ ഓ ഭാര്യ എന്നിട്ട് നീതാപ്പാ നീ അങ്ങനെ ചെറുതിനെ തേടി വന്നാണ് മുത്തരെ. ഓ അങ്ങനെ ചെറുതിനെ തേടി ഇവിടെ വന്നാണ് അല്ലേ ആശാനെ? ആ അറിയോ? അത് ചോദിക്കണല്ലോ. അപ്പഴേ നിനക്ക് വല്ല പണിയ തൊഴിലോ അറിയോ? അറിയാം മുത്തരെ. എന്ത് കാണിച്ചു തരാം. എന്ത് കാണിക്കുന്നു? എല്ലാം അറിയാം മുത്തരെ. നിങ്ങള് കൊട്ടിക്കോളേ. ആ ആരെങ്കിലും രണ്ടാൾ കൊട്ടേൻ താളം എടുത്ത് കൊട്ടേൻ. എന്നാ താളം എടുത്തിട്ട് അവന് പാട്ടും കളി അറിയാന്നാ പറയണേ. ഒന്ന് കൊട്ടി നോക്കേ. ആ ഏതാ മുക്കാബില കളിക്കുവോ? ഞാൻ വിചാരിച്ചു മുക്കാബില കളിക്കുവോ വിചാരിച്ചു. കളി ഗംഭീരം. അപ്പൊ പാട്ടും കളിയൊക്കെ കാണിച്ചു വന്നു. അവൻ ചെറുതിനെ കാണിച്ചു തരണമെന്നാ പറയണത്. നമ്മൾ ആ മര്യാദ ഒന്ന് ചെയ്തിട്ട് നമ്മൾ ചെറുതിനെ കാണിച്ചു തരും. കുറെ പരിപാടികളിലാണ്. ഓ ശരി ശരി. അപ്പൊ എന്റെ ചെറുത് പിടിയിട്ടുണ്ടെന്ന് ആരാണപ്പോ പറഞ്ഞത്? ഞാൻ കുറച്ചപ്പോഴെ പറഞ്ഞില്ലേ മുത്തരെ? കരുവൻതറ വഴി വരുമ്പളേ ഒരു ബോർഡ് ഉണ്ട്. ബോർഡ് ഓ ഓ ഓ ഓ ഓ എന്നിട്ടോ? അവിടെ ഓ താടിയുടെ ഇവിടെ മാത്രം നരപ്പിച്ചൊരാള്. താരുടെ ഇവിടെ മാത്രോ? ഇവിടെ മാത്രം. ഓ അതാ. ഓ എന്നിട്ടോ? അയാളെ ഓ ഫുള്ള് പൗഡറൊക്കെ ഇട്ട് ഓ ജുബയൊക്കെ ഇട്ട് ഓ അവിടെ നിക്കണു. ഓ ആള് പറഞ്ഞു ഓ റെഡിയാക്കി തരാ. ഓ വാ. ആരാത്? ആരാണ് പറഞ്ഞോടക്കേ. അത് ഇവിടെ ഉണ്ടോ? അത് നമ്മുടെ ഇവിടെ മാത്രം നരച്ചിരിക്കണോ? എന്താ നരപ്പിച്ചതാണ്? എന്താ കുഴപ്പമുള്ളിയപ്പാ? അയ്യേ അപ്പൊ അയാളാണ് എന്റെ മെയിൻ കള്ളി. അപ്പൊ നീ ഒരു കാര്യം ചെയ്യേ, നീ വിളിച്ചു നോക്കൊന്ന് തന്നെ. മുത്തര വിളിക്കും. മുത്തര വിളിക്കും. എന്താ പേര്? വെള്ളച്ചീന്ന് വിളിക്കും. വെള്ളച്ചി. നീട്ടി ഒന്ന് വിളിക്കും. ഗുരുവായൂർ ചോറ് കൊടുത്ത് മാറ്റണോ വെള്ളച്ചീന്നുള്ള പേരിന്? ഓരോ കൊല്ലം ഓരോ പേരാക്ക. എന്റെ ഭാര്യയുടെ പേരെന്താണ്? ശാലിനിയോ? എന്താ അത് വിളിച്ചുകൂടാ? അപ്പൊ എന്താ നീ വിളിക്കുക? ശാലു വിളിക്കോ? അതുപോലെ വിളക്കിയേന്ന് വിളിക്കേ. ആ ആ ഒന്നുകൂടി വിളിക്കേ. ആ കറുപ്പാവില്ല, വെള്ളേനെ വന്നു. ആ
അമ്മാ വാ 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 രണ്ടാളും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കുക ആ സാധനത്തിന് അവരെ കെട്ടിയോടെയും കെട്ടിയവനെയും ഒക്കെ കാണിച്ചു കൊടുക്കേ പോ അജയ് പോ ആ കാണിച്ചു കൊടുക്കേ ആ പറയണ കണ്ടോ ഒരുപാട് ഐറ്റം കാണാം തീരുമാനിക്കട്ടെ ആരെ എന്റെ അല്ല അവൻ ആരെ തപ്പണ അവന്റെ ഭാര്യ തപ്പണ ഓ അപ്പൊ രണ്ടാള് കാണിച്ചു കൊടുക്കപ്പാ ഭാര്യമാരെയൊക്കെ പിന്നെ തന്നോളൂ നിങ്ങൾ ഓ കാണിച്ചു കൊടുക്കേ ഓ ആ ആ എവിടെ ഓ ആ ഓ അയ്യോ പാവമേടാ ചിരമാ ഞാനും വന്നല്ലേടാ രഞ്ജീര ഓരാ രഞ്ജീര 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 ഓ രഞ്ജീര 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 Oh, la 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 la,
ഏതായാലും വിരോധമില്ല. അവരിപ്പോൾ ഒന്നായ സ്ഥിതിക്ക് ഏത് വെള്ളം മണി കൊടുക്കാൻ മറ്റേത് കിട്ടില്ലല്ലോ. പോളെ കിട്ടുമോ? പറ്റില്ലല്ലോ. എന്താ വെള്ളം തലയാട്ടണ്? മറ്റേത് കിട്ടുമോ? ഇല്ലല്ലോ. വെള്ളമല്ലേ കിട്ടുള്ളൂ. അപ്പം തിരിച്ച് വെള്ളം തരും. ആരാർക്ക് വെള്ളം കൊടുക്കണം? ആരാർക്ക് കുഴപ്പണോ? ആണോ? ആയിട്ടില്ല ആയിട്ടില്ലപ്പാ. അപ്പോ എടുത്തോണ്ടി പായും. വേണം വേണം വേണം. വെള്ളം വേണേ കൊടുക്ക്. വെള്ളം കൊടുക്ക്. കൊടുക്ക നല്ലോണം കൊടുക്ക. ആ അത് വൈകുന്നേരം പോയാൽ മറ്റേത് കഴിക്കുകയാണ്. അതിൻ്റെ ഓർമ്മയിൽ വെള്ളം കുടിക്കുകയാണ്. അപ്പോ മന്നത്തമ്മയുടെ അടുത്ത് വന്നു. എന്ത്? മന്നത്തമ്മയുടെ അടുത്ത് വന്നു. നമ്മൾ അവരെ കാണിച്ചും കൊടുത്തു. ഇനി എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? നീ ഞങ്ങൾ വല്ല പരിപാടി ഉണ്ടോ? അവര് നന്നായി തൊഴുതിട്ട് പോവാ. അതിനിപ്പോ അവർക്ക് വല്ലതും പറയാനുണ്ടോന്ന് അറിയണ്ടേ? ആ മന്നത്തമ്മക്ക് സ്തുതിച്ചിട്ട് പോകണോ? അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാല്ലേ? എനിക്ക് വല്ല അഭിപ്രായം ഇല്ല. എനിക്ക് ഒരഭിപ്രായം. നമ്മളൊക്കെ കൂടി സ്തുതിക്കുക. ചെറുമാനോ ചെറുമിയോ ഒന്നിച്ചോ പാടുന്നുണ്ട് മന്നത്തമ്മയുടെ തിരുനാമങ്ങൾ.
പാലിക്കണേ ശരണം ഞാൻ നിനയ്ക്കുമ്പോ ശരണം നിൽവയെല്ലാം ശരണം ചെയ്യണമെന്റെ മമതമേ അന്നത്തെ തിരുമുറ്റത്ത് ആടിപ്പാടുവാനുള്ള യോഗഭാഗ്യങ്ങളെ തന്നിടമേ ചെറുമാനോൻ ചെറുമിയോ പോകുന്നു ഭഗവതിയെ ചെറുമിയോ ചെറുമാനെ കാത്തോളണേ പൂവാടി നമ്മൾ രണ്ടാടോ പോരല്ലേ നമ്മുടെ നാട്ടോളം നമ്മളും പൂവാടി പോരല്ലേ കൂത്തു വന്നാലേ ഓരല്ലേ മറ്റൊരു കൂത്ത് കണ്ട് വാടിച്ചെറുമേ ഓരല്ലേ la
ഇനിയാ ഇനിയോ വെള്ളം ആ ആ ആ എണ്ണയും നല്ലാതെ